ഞങ്ങളുടെ 11ാമത്തെ വെഡിങ് ആനിവേഴ്സറി. ഞങ്ങളിപ്പോൾ ഉള്ളത് ഉണ്ണിപ്പാപ്പൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നലെ ഉണ്ണിപ്പാപ്പനൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രണ്ട് ഉണ്ണിപ്പാപ്പനും സന്റാമ്മയും കൂടെ ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊന്ന് മുറിച്ചാഘോഷിക്കാം. അതുപോലെ തന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാവേ കേക്ക്. ഇതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഒരു കേക്ക് അവർ വാങ്ങിച്ചത്. ഓക്കെ, ഹാപ്പി 11th ആനിവേഴ്സറി ടിജോ ആൻഡ് ലീന എന്നെഴുതാണ്. പക്ഷേ ഇവിടുത്തെ അസഹനീയമായ ചൂട് കാരണം ലീന മെൽറ്റായി താഴെ പോയി. ബട്ട് സ്റ്റിൽ ഇത് കണ്ടോ അടിപൊളി. ഇവിടെ റാന്തലൊക്കെ അവർ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ നാച്ചുറൽ. ബർത്ത്ഡേ അല്ല, വെഡിങ് ആനിവേഴ്സറി. നമുക്ക് കേക്ക് മുറിക്കാം. ഇസുബേബി കേക്ക് മുറിച്ചാലോ? ഇസുബേബിയൊക്കെ ഇന്നലെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്തതേ ഉള്ളൂ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇസുബേബി നാട്ടിൽ പോയിട്ട്? ചൂടായിരുന്നോ? ചൂടായിരുന്നല്ലേ? അടിപൊളിയായിരുന്നല്ലേ? കല്യാണം കൂടാൻ വേണ്ടി പോയതാണ് കേട്ടോ. അടിച്ചു പൊളിച്ച് കല്യാണമൊക്കെ കൂടിയതാണ്ട് തിരിച്ചെത്തി. ഹെബൂട്ടാ ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ട്. രണ്ടേ കാലൊടിഞ്ഞ ഹെഡ്. അപ്പം ഇതാണ് കേട്ടോ പ്ലാസ്റ്റർ ഇട്ട വരുമ്പം കാണിച്ചു വേണേ കാലടിച്ച്. ഭയങ്കര ചൊറിച്ചിലാണോ? ഇതാണ് കേട്ടോ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഭയങ്കര വേദനയാണ് കേട്ടോ കാലിനപ്പത്തേൻ്റെ. ചൊറിച്ചിലും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് കാല്. ഹെഡപ്പി ഇനി ചാടുവോ? ഇനി ചാടുവോ ഹെഡാ? ചാടുവോ? ഇതാണ് കേട്ടോ ഹെഡപ്പിയുടെ കാലിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. കണ്ടോ എല്ലാവരും കേക്ക് മുറിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുക. യോ ആണോ? ആ ഹാർട്ടല്ലേ, വൈറ്റ് ഹാർട്ട്. ഓ യു ലൈക്ക് യുവർ പേരൻസ്? ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ ഒരാൾ ടു എന്ന് പറഞ്ഞു വന്നിരിക്കുന്നുണ്ടോ? എവിടെ ഹാപ്പി ബർത്ത്ഡേ ഒന്ന് പാടിക്കേ. വേണ്ട, വെയിറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കട്ട് ചെയ്യാം. ബർത്ത്ഡേ അല്ല, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇതെന്താ ബേബി? ഹാപ്പി എന്തുവാ? ഹാപ്പി അല്ല, ആനിവേഴ്സറി. എന്തോ ആനിവേഴ്സറി പറ. ആനിവേഴ്സറി എന്തോ? ആനിവേഴ്സറി. സ്റ്റാർട്ട്. ഹാപ്പി ആനിവേഴ്സറി. 11 years അല്ലേ? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഈ അമ്മായിമ്മ കൈ പിടിച്ചു കൊടുത്ത് ചെറുക്കൻ്റെ. കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു മിനിറ്റ് നെസ്സറിയൊക്കെ കൊടുത്തിട്ടുണ്ടായി. അയ്യോ ഹെൽമൊക്കെ വന്നില്ല എന്നാ സോറി. ഞാൻ മുറിച്ചിട്ട് കൊടുക്കാം. താങ്ക് യു ഫോർ ദി കേക്ക്. പ്ലീസ് അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദ കേക്ക്. ഇച്ചിരി ഉള്ളല്ലേ കൊടുക്കാൻ? അപ്പം ഇതാണ് ഞങ്ങളുടെ അടിപൊളി. ഇതെന്ത് കേക്കാ? ഹണി ഡേറ്റ്സ് കേക്ക് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. അടിപൊളി കേക്കാ. ഉണ്ണിപ്പാപ്പ സന്റാമ്മ താങ്ക് യു സോ മച്ച്. അങ്ങനെ തേണ്ടേ മുറിച്ച കേക്കൊക്കെ എല്ലാവരും കഴിക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടോ സന്റാമ്മേ? അടിപൊളി കേക്കല്ലേ? കുഴപ്പമില്ല. ഇന്നൊരു ദിവസത്തേക്ക് നമ്മളിതൊക്കെ കഴിക്കുന്നുണ്ട്. ഹെബൂട്ടനൊക്കെ ഇതുണ്ട്, ഇത് കഴിക്കുന്നുണ്ടോ? നല്ലതാണോ? ഹണിയാ മുന്നിൽ നിൽക്കുന്നത്. നല്ല കേക്ക്, അടിപൊളി കേക്ക്. അങ്ങനെ ഇതാ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം എല്ലാവരെയും. കണ്ടോ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. കണ്ടോ ഇത് കണ്ടോ കാലൊടിഞ്ഞവൻ്റെ ആ ഒരു ആവേശം കണ്ടോ? ഉണ്ടോ? ഇങ്ങനെ ബേബി ചെയറൊക്കെ സെറ്റ് ചെയ്ത് ഹെബൂട്ടറിന് ഇവിടെ ഇരുന്നു കേട്ടോ. ഇനി ഫുഡ് വന്നിട്ട് കാണാം കേട്ടോ. ഇവിടെ എല്ലാവരും വർത്താനം പറയുന്നതുകൊണ്ട് എൻ്റെ ഒച്ച കേൾക്കത്തില്ല. ഹെബൂട്ടറൊക്കെ അലമ്പേ ഒരു പരുവായി. ഇതുണ്ടോ
അതെ ഇച്ചിരി വലുത് നമ്മൾ കാണണമെന്നത്. കണ്ടോ അവളുമാര് വീഡിയോ പിടിക്കുന്നുണ്ടോ? ആ എവിടെ മുട്ടായി ഇരുന്നേ? വായ മുട്ടായി ഇട്ടോ? നീ മുട്ടായി ഇട്ടോ വായില്? കാലുവേദന കൂടും മുട്ടായി കഴിച്ചാ. മുട്ടായി ഇല്ല, കള്ളം പറയല്ലേ. നിന്റെ ഉണ്ടോടാ ഇഹാനെ? ഇല്ല. ആണോ? ആൻറ്റി വേറെ മേടിച്ചരാ. നിങ്ങൾക്ക് വേറെ മേടിച്ചരാവേ. വേണ്ട മുട്ടായി വേണ്ട. ഇസുബേബിക്ക് ഏതാ വേണ്ടേ? ഏത് സിപ്പപ്പാ വേണ്ടേ? മാംഗോ? മാംഗോ സിപ്പപ്പ്. ഓക്കെ, യു വാണ്ട് മാംഗോ. പിന്നെ നീ സ്ട്രോബെറി എന്ന് പറഞ്ഞോ? വേണ്ട. ഓക്കെ, മാംഗോ. ഇതുണ്ടോ? നല്ലൊരു പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെയാണ്. ഞങ്ങളുടെ പാത്രത്തിലൊക്കെയാണ്. ഫുഡൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഊണ് വന്നിട്ടുണ്ട്. ഊണിനുള്ള സാധനങ്ങളാണ് കേട്ടോ. കറികളൊക്കെ ഉണ്ടോ? ഇതുണ്ട് കണ്ടോ. അങ്ങനെ ഇതാ ഇച്ചുവിൻ്റെ ചോറ് വന്നു. ഇച്ചു കഴിച്ചു തുടങ്ങി. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. എവിടെ എന്നൊക്കെ കുട്ടിയാണ് കഴിക്കുന്നേ? എവിടെ മറ്റേ കൈ? ഈ കൈ എടുത്ത് പാത്രത്തിൽ നിന്ന് അമ്പച്ച. അങ്ങനെ ഇതാ ചിക്കൻ ലോലിപോപ്പ് വന്നു പിള്ളേർക്കുള്ള. ഞങ്ങളെ ബീഫ് ബിരിയാണി വന്നു. അങ്ങനെ ഇതാ നൂഡിൽസ് എത്തി, ബിരിയാണി എത്തി, അടുത്ത നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ. അങ്ങനെ ഇതാ ഞങ്ങളുടെ ഫുഡൊക്കെ എത്തി കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് കഴിച്ച് തീരുമാനമാക്കിയിട്ട് കാണാവേ. അപ്പം ഇന്നത്തെ ഈ വ്ളോഗ് ഇത്ര ഉള്ളൂ. മൈൻഡപ്പ് ചെയ്യുക കേട്ടോ. അപ്പം ബൈ ബൈ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.